ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷേഗൂസ് പാഷൻ. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ തമ്മിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ട്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വീഡിയോ ആയിട്ടാണ്. അതായത് ലോക്കൗട്ട് ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ അതേ നേരമൊക്കെ വെളുത്തു തുടങ്ങി. രാവിലെ മുതലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ നല്ല രസമല്ലേ രാവിലെ എണീറ്റിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി നിന്ന് ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒന്ന് കാണാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ നേരമാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ അത് ആ കിളികളുടെ സൗണ്ടും ഒക്കെ ഒന്ന് കേട്ട് നിൽക്കാനായിട്ട് നല്ല രസമാണ്. കിളി പറന്ന് നടക്കുന്ന കിളികളും ബാക്കിയുള്ള മൃഗങ്ങളും ഒക്കെ. ഇപ്പം മനുഷ്യന്മാരാണല്ലോ അകത്തിരിക്കുന്നത്. അവരൊക്കെ നല്ല ആസ്വദിച്ചിട്ട് പറന്ന് നടക്കുകയാണ് സ്വതന്ത്രമായിട്ട്. ഇപ്പോൾ ഇതാ പിന്നെ കുറച്ച് ആൾക്കാരും കൂടി ഇവിടെ ഉണ്ട്. നല്ല ഉഷാറായിട്ട് പൂവൊക്കെ വിരിച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ കാണാനായിട്ട് രാവിലെ ഇതൊക്കെ ഒന്ന് കാണാനായിട്ടും അവരൊക്കെ ഒന്ന് പോയി നോക്കാനായിട്ടൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് അല്ലേ നമുക്ക്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അവരൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് കയറാം. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടപ്പാണ്, അല്ലെങ്കിൽ മുട്ടപ്പത്തിരി എന്നൊക്കെ പറയും. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്, നല്ല നൈസ് അരിപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അല്പം ഉപ്പ് ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിരുന്നു ഇളക്കി മിക്സാക്കി എടുക്കുക. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം, നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് അല്പമായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് എന്നിട്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. സ്പൂൺ എന്താ വെച്ചാൽ ഉപയോഗിക്കാം. കട്ടകളൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടണ രീതിയിൽ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. നല്ല തിളച്ച വെള്ളം തന്നെ വേണം. എന്നിട്ട് നന്നാക്കി കൊടുക്കാം. അത്യാവശ്യത്തിന് ലൂസായിട്ട് വേണം, കട്ടിയായിട്ട് പാടില്ല. അത് മിക്സിയിൽ അടിച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഞാനിവിടെ വിറകടുപ്പിലാണത് ഉണ്ടാക്കിയെടുക്കുന്നത്, ചട്ടി വെച്ചിട്ട്. അത് ഗ്യാസ് സ്റ്റോപ്പിലും ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ എനിക്ക് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ വിറകടുപ്പിൽ വെച്ചിട്ട് ആക്കുമ്പോഴാണ്. എന്നിട്ട് ഇത് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കുറേ ഹോൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഫസ്റ്റത്തെ ഒരെണ്ണം എടുക്കുമ്പോൾ കുറച്ച് എടുക്കാൻ ഇത്തിരി പ്രയാസമായിട്ട് തോന്നും. ഫസ്റ്റത്തെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കും. പിന്നെ ശരിയായിട്ട് കിട്ടും കേട്ടോ. വേഗം തന്നെ അത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല തീ ഉണ്ടായാൽ മതി. അപ്പോൾ പെട്ടെന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റുമാണ്, കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടുത്തെ തയ്യാറാക്കി വെച്ചു. നല്ല സോഫ്റ്റാണിത്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നൊന്നുമില്ല. ഇവിടെ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുക. തേങ്ങാപ്പാലിൽ ജീരകവും ഉള്ളിയും പഞ്ചസാരയൊക്കെ വന്നിട്ട് കലക്കിയിട്ട് എടുക്കും. എന്നിട്ട് ആണ് ഞങ്ങളിത് കഴിക്കുക. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ തയ്യാറായിട്ട് എന്തായാലും എല്ലാവരും കഴിക്കാനായി റെഡി ആയിട്ട് ഇരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിച്ച് ഒക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും കിച്ചണിലേക്ക് കയറി. അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, ഭക്ഷണം ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെയും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വർത്താനം പറയിരുന്നിട്ട്. പിന്നെ ഇപ്പോൾ കൂടുതൽ തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ വർത്താനത്തിൽ മെയിനായിട്ടുള്ള വിഷയം ഈ കൊറോണ വൈറസിൻ്റെ തന്നെയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ശ്രദ്ധിച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കുക. ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരമാവധി എല്ലാവരും വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെ തന്നെ ഒന്ന് സംരക്ഷിക്കുക. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ പടച്ചോൻ നോക്കിക്കോളും. നാം പാതി ദൈവം പാതി എന്നാണല്ലോ. പിന്നെ നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് ഈ മഹാവിപത്തിൽ നിന്ന് നമ്മളെല്ലാവരും പെട്ടെന്ന് ഒന്ന് രക്ഷപ്പെടാനായിട്ട് നന്നായി തന്നെ പ്രാർത്ഥിക്കുക എല്ലാവരും. അതിനായിട്ട് സമയം കണ്ടെത്തുക. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ പണികളൊന്നും ആർക്കും ഇല്ലല്ലോ. അപ്പോൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മൾ. പിന്നെ നമുക്ക് ഒരിക്കലും ഇത് വരാതിരിക്കാനും നമ്മൾ കാരണം മറ്റുള്ളവർക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചതിനു ശേഷം പിന്നെ ഞാൻ എൻ്റെ ജോലികൾ തുടർന്നു. അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിലേക്ക് കയറിയത്. പിന്നെ ഇന്നൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ തക്കുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കി. കുറച്ച് കൊളോക്കിലായി പോയി ഇന്നത്തെ കേക്ക്, കാരണം വിപ്പിംഗ് ക്രീമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ചെസ് ബോർഡ് കേക്കാണ് ഉദ്ദേശിച്ചത്. ചെസ് ബോർഡ് പിന്നെ അതൊരു ഡോൾ കേക്കായി മാറുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ തക്കുമോൾക്ക് ഡോൾ കേക്ക് വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ മാറ്റിയെടുത്തതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് മൈദ, 2.25 കപ്പ് മൈദയും 1.5 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 കപ്പ് ഓയിൽ, 1 കപ്പ് പാല്,
പിന്നെ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ്, 1 കപ്പ് മിൽക്ക് മെയ്ഡ്, ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. പിന്നെ 3/4 കപ്പ് പൗഡർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കിയത് വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഡോൾ കേക്ക് തന്നെ തയ്യാറാക്കിയിരുന്നു. ഇത് ഇത്തിരി എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടി ഈ കേക്ക് എന്തായാലും തയ്യാറാക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഫസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ക്രീമി ആയിട്ട് കിട്ടുന്ന വരെ നന്നായി ഈ വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കുക. 3/4 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ ഷുഗറും അല്പം ഇട്ടതിന് ശേഷം പാലും കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ശരിക്കും നല്ല ക്രീമി ആയിട്ട് തന്നെ വരണം, നന്നായി മിക്സായി കിട്ടണം ആ ഓയിലായിട്ട്. ഇപ്പോൾ അല്ലാതും ഞാൻ ഇട്ട് കൊടുത്തിട്ട് പാലും കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഞാനൊന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ കൂടി നന്നായി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഇതിൽ മിക്സ് ചെയ്തെടുക്കുക. നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് വിസ്ക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, ഹാൻഡ് മിക്സറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാനായിട്ട് ഇങ്ങനെ ഈ രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനത് ഉണ്ടാക്കിയത് അത്ര പെർഫെക്റ്റായി വന്നില്ല, അത് കാരണം കൊണ്ടാണ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാഞ്ഞത്, ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയത്. പിന്നെ ഇത് 2 ബൗളിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിലൊന്നിലേക്ക് കൊക്കോ പൗഡർ 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നിലേക്ക് വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് തയ്യാറാക്കിയ ബാറ്റർ, കൊക്കോൻ്റെ ബാറ്റർ, ബ്ലാക്ക് സ്പോഞ്ച് റെഡിയാക്കാനായിട്ട് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നെ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്ത് എടുത്തേക്കുന്നത്. 35 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്ത് എടുത്തേക്കുന്നത്. ഇപ്പോൾ 2 കേക്കും അങ്ങനെ തയ്യാറാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കട്ടറൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനൊരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഇങ്ങനെ വലുതും പിന്നെ അതിൻ്റെ ചെറുതുമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഈ രീതിയിൽ എല്ലാ കേക്കും നമ്മൾ ലെയറാക്കിയത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട ക്രീം എടുത്തേക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ്, അല്പം പാലൊഴിച്ചിട്ടാണ്. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആക്കിയെടുത്തത്. എന്നിട്ട് പിന്നെ നമ്മൾ ഓരോ ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. സെൻറ്ററിലായിട്ട് ഫസ്റ്റ് വാനില സ്പോഞ്ച്, പിന്നെ ബ്ലാക്ക് സ്പോഞ്ച്, പിന്നെ വാനില അങ്ങനെയായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ലെയറും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വെച്ച് കൊടുക്കേണ്ടത് ഫസ്റ്റ് തന്നെ ബ്ലാക്ക് ലെയറാണ് വെച്ച് കൊടുക്കേണ്ടത് ഫസ്റ്റ്. എങ്കിലാണത് മുറിച്ച് വരുമ്പോൾ കട്ട് ചെയ്ത് കിട്ടുമ്പോൾ ചെസ് ബോർഡിൻ്റെ ആ ഒരു ഇതിൽ കിട്ടുള്ളൂ. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊളോക്കലായിട്ട് വന്നിട്ടുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം കുറച്ച് ഷുഗർ സിറപ്പ്, ചോക്ലേറ്റ് സിറപ്പ് ആക്കിയിട്ട് ഈ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാതും തയ്യാറാക്കി എടുക്കുക. ഒരുവിധമൊക്കെ ഞാനങ്ങനെ ഒപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ഷേപ്പ് ആ ഒരു ഡോളിൻ്റെ ഇതായി വന്നതുകൊണ്ടാണ് ഞാനത് ഡോൾ കേക്കായി മാറ്റിയത് കേട്ടോ. പിന്നെ തക്കുമോൾക്ക് കുറേ കാലമായിട്ട് ബർത്ത്ഡേക്ക് ഡോൾ കേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറൊരു ക്രീം ഉണ്ടാക്കിയത് ഈ ചോക്ലേറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഗനാഷ് തയ്യാറാക്കാനായിട്ടുള്ളതും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ കൂടി ആഡ് ചെയ്തു. പിന്നെ അല്പം വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ ഒഴിച്ച വെള്ളം കുറച്ച് കൂടിപ്പോയി, 2 ടീസ്പൂൺ വെള്ളം മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ബീറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായി തിക്കായി കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു വിധത്തിലൊക്കെ ഞങ്ങൾ ആ കേക്ക് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തു. ഡോളിൻ്റെ ബോഡി ഉള്ള കാരണം കൊണ്ട് അത് ഡോൾ കേക്ക് ആക്കി മാറ്റി. അല്പം എന്താ പറയുക സ്പ്രിങ്കിൾസൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് പിന്നെ ചെയ്തത്. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ എഗ്ഗൊന്നും ചേർക്കാത്ത കാരണം കൊണ്ട് എഗ്ഗ് ഇട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അതാ ഇങ്ങനെയൊക്കെ ആയി കിട്ടി എന്തായാലും. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു. എന്തായാലും കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. ചെറിയൊരു ആഘോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉച്ചയ്ക്കുള്ള തയ്യാറെടുപ്പായി. ഉച്ചയ്ക്ക് ബിരിയാണിയാണ് വെക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കോഴി ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ കോഴി കായം പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കായം പറ്റി വെച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അത് പൊരിച്ചെടുക്കുന്ന ടൈമിൽ അപ്പുറത്ത് ചോറിനുള്ള വെള്ളം കൂടി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട്. ഇനി കോഴിയൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഗ്രേവി ആക്കാനായിട്ടുള്ള സവോള വാട്ടിയെടുക്കുകയാണ്. ഒരു 5 സവോളയോളം എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അപ്പോൾ അങ്ങനെ വാട്ടിയെടുത്തു.
വാട്ടിയെടുത്തതിന് ശേഷം ഒരു 4-5 ടേബിൾ സ്പൂണോളം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് ഇത് ക്യാമറ എന്താണെന്നറിയില്ല, കുറച്ച് കളറ് മങ്ങി പോയിട്ടുണ്ട്. ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു കുഴപ്പമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തോട്ടെ. ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ടാണ് മസാലകൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ക്യാമറ സെറ്റ് ചെയ്ത് കുറച്ച് ഡാർക്കായി പോയി, കളർ ശരിക്കും കിട്ടുന്നില്ല. ഇതൊക്കെ പൊടികളൊക്കെ നന്നായി വാടിയതിന് ശേഷം പിന്നെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. ചിക്കൻ അത്യാവശ്യം പൊരിച്ചിട്ടാണല്ലോ എടുത്തേക്കുന്നത്. പിന്നെ അധികം ഒന്നും വേവേണ്ട കാര്യമില്ല. പിന്നെ ഇതിലേക്ക് ഇനി തൈരാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. തൈര് കട്ടി കുറഞ്ഞ തൈരായിരുന്നു. പിന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില, ഒരു പിടി മല്ലിയിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ആ ടൈമിൽ ഇവിടെ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ 4 ഗ്ലാസ് അരിക്കുള്ള ചോറാണ് വെച്ചിട്ടുള്ളത്. 4 ഗ്ലാസ് അരിയും 8 ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ടും, എന്നിട്ട് ഇത് ലെയറാക്കിയിട്ടാണ് അപ്പം ഞാൻ ദം ചെയ്തേക്കുന്നത്. അങ്ങനെ ചോറൊക്കെ റെഡിയായി ഞങ്ങൾ ദം ചെയ്ത് വെച്ചു. മുകളിൽ അല്പം അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്തതും കുറച്ച് സവോള വറുത്തതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പിന്നെ ഒരു അരമണിക്കൂറോളം മൂടി വയ്ക്കുകയാണ് ചെയ്തത്. ദമ്മിൽ ഇട്ട് വെച്ചു. പിന്നെ അതിന് ശേഷം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുളിക്കലും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി ഞങ്ങളുടെ എല്ലാവരുടെയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങളെല്ലാവരും അല്പം നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ഖുർആനൊക്കെ എടുത്ത് വെച്ചിട്ടും ഒന്ന് ഓതാനൊക്കെ അതിനൊക്കെ ആയിട്ടൊന്ന് സമയം കണ്ടെത്തണം കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കുട്ടികളും ഇക്കയും എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് നേരം TV ഒക്കെ കണ്ട് കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി ഉച്ച തിരിയുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മോനെ കുറച്ച് പ്രാവിനൊക്കെ വളർത്തുന്നുണ്ട്. അവൻ്റെ ഒരു ടൈം പാസ്സാണ് ഇപ്പോൾ ഇത്. നാളായി വളർത്തൽ തുടങ്ങിയിട്ട്. കുറച്ച് പ്രാവുകളാണ് ഇപ്പോൾ ഉള്ളൂ. മുൻപ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ പഠിപ്പിലുള്ള കുറച്ച് ശ്രദ്ധയൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ എല്ലാത്തിനെയും വിറ്റു. എന്നിട്ട് പിന്നെ രണ്ടാമതും പിന്നെ ഒന്ന് വളർത്താനായിട്ട് തുടങ്ങിയതാണ്. നല്ല രസമാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ വളർത്താനായിട്ട്. അപ്പോൾ അവൻ തന്നെയാണ് എല്ലാതും നോക്കുന്നത്. പ്രാവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവൻ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് അഴിച്ചു വിട്ടിട്ടുണ്ട്. ഉച്ച തിരിഞ്ഞപ്പോൾ ഒന്ന് അഴിച്ചു വിട്ടതാണ്. അപ്പോൾ അവറ്റങ്ങൾ ഒന്ന് കൊത്തി തിന്നണമൊക്കെ ഉണ്ട്. അവരെ ഭക്ഷണമൊക്കെ കൊത്തി തിന്നുന്നുണ്ട്. സ്വതന്ത്രമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മാത്രമല്ല ഇപ്പോൾ സ്വതന്ത്രമായിട്ട് പുറത്തൊക്കെ നടക്കാനായിട്ട് പറ്റണുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രാവുംകുട്ടിയാണ്. കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ കേട്ടോ. അത് വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനെ കൂട്ടിൽ തന്നെ വെച്ചേക്കുമായിരുന്നു അവൻ. അപ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്തതാണ്. പിന്നെ ഞാൻ ഈ ടൈമിൽ ഉച്ച തിരിയുമ്പോഴത്തെ ചായക്കുള്ള ഒരു സ്നാക്കും കൂടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഉച്ച തിരിയുമ്പോൾ 4 മണിയാകുമ്പോൾ ചായക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് 2 സബോള എടുത്തിട്ട് ഒരു 2 പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടിട്ട് ഒരു മുട്ടയും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കടലമാവും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 2 ചെറിയ പീസ് ചിക്കൻ വേവിച്ചതാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇതിലേക്ക് കടലമാവ് കൂടുതൽ ആഡ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. എൻ്റെ കയ്യിൽ കടലമാവ് കുറച്ച് കുറവാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൈദ കൂടുതൽ കൂട്ടിയത്. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയും ഈ സ്നാക്കും കൂടിയിട്ട് കഴിച്ച് 4 മണിക്കലത്തെ ചായയുടെ കടിയും കൂടി കഴിച്ച് അപ്പോൾ എല്ലാവർക്കും പിന്നെ വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ. അപ്പോൾ പിള്ളേർക്കൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. വേറെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഒരിക്കലും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.